ഇടുക്കിയിൽ നിന്നും സർവശിക്ഷാ കേരളയുടെ കീഴിലുള്ള ഇടുക്കിയിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്നും 32 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത് കരാർ ജീവനക്കാരൻ. ഇരട്ടിയാർ സ്വദേശി അശോക് വി ജോസഫ്, കട്ടപ്പന സ്വദേശി അഞ്ജലി ദാസ് എന്നിവരാണ് പണം തട്ടിയത്. കൂടുതൽ പണം നഷ്ടമായതായും സംശയമുണ്ട്. സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് തട്ടിപ്പിൽ വിശദ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയനുസരിച്ച് സർവശിക്ഷാ കേരളയുടെ കീഴിലുള്ള ഇടുക്കിയിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്നാണ് 32 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെ പേരുകളാണ് വരുന്നത്, അശോക് വി ജോസഫ്, അഞ്ജലി ദാസ് എന്നിവർ. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? വിവരങ്ങൾ. തീർച്ചയായും 2018 അതുപോലെ തന്നെ 2017 കാലയളവിൽ താൽക്കാലിക ജീവനക്കാരായി BRCയിൽ, അതായത് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിൽ ജോലിയിൽ പ്രവേശിച്ച ആളുകളാണ് അശോകും അതോടൊപ്പം തന്നെ അഞ്ജലിയും. ഇവരാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായ പരിശോധനയിൽ 32 ലക്ഷത്തിലധികം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അശോക് ഏകദേശം 20 ലക്ഷത്തോളം രൂപയും അഞ്ജലി ദാസ് 12 ലക്ഷത്തിലധികം രൂപയുമാണ് ഈ BRCയുടെ അക്കൗണ്ടിൽ നിന്ന് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി എടുത്തിട്ടുള്ളത്. ഇതിൽ നിലവിൽ സംസ്ഥാന പ്രൊജക്ട് കമ്മിറ്റിയുടെ പരിശോധന ഓഡിറ്റ് നടന്നു വരികയാണ്. ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഏകദേശം 1 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് ഓഡിറ്റ് കമ്മിറ്റി എത്തിയിട്ടുള്ളത്. 4 ദിവസത്തെ പരിശോധനയ്ക്കായി അവർ നിലവിൽ കട്ടപ്പനയിലുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. എന്തായാലും ഈ കുട്ടികൾക്കായുള്ള, ഭിന്നശേഷി കുട്ടികൾക്കായുള്ള പ്രവർത്തന ഫണ്ടും അതോടൊപ്പം തന്നെ അധ്യാപകർക്ക് നൽകേണ്ട യാത്രാഭത്തയും ഉൾപ്പെടെയുള്ള ഫണ്ടുകളാണ് ഇവർ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത്തരത്തിൽ വകമാറ്റി ചിലവഴിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ മെയ് മാസം നടന്ന ഓഡിറ്റിലാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നത്. അതായത് 2025 കണക്ക് പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു ക്രമക്കേട് വ്യക്തമാകുന്നത്. തുടർന്ന് ഇവരെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും 32 ലക്ഷം രൂപ തിരികെ അടപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇതിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് കേന്ദ്രം എത്തുന്നത്. തുടർന്നാണ് സംസ്ഥാന കേന്ദ്രത്തിൽ നിന്ന് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് അംഗങ്ങളെ അയച്ച് നിലവിൽ പരിശോധന നടത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന പോലീസിൽ ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. ഈ സംസ്ഥാന നേതൃത്വം കേന്ദ്രം പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി സുബിൻ, എന്നാലും സർവശിക്ഷ കേരളയുടെ കീഴിലുള്ള ഇടുക്കിയിലെ കട്ടപ്പന ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്നുമാണ് 32 ലക്ഷം രൂപ തട്ടിയെടുത്തത്. എന്തായാലും കരാർ ജീവനക്കാർ മിടുക്കന്മാരാണ് കേട്ടോ. ഇത്തരത്തിൽ 32 ലക്ഷം രൂപയൊക്കെ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. എന്തായാലും ഇതിലൊരു നടപടി ഉണ്ടാകുമോ എന്നൊക്കെ കൂടുതൽ പണം നഷ്ടമായ സംശയമുണ്ട്. അതെ, ഇനിയും അറിയില്ല എത്രത്തോളം തട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നാണ്.